എല്ലാവർക്കും സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ലാറ്റിസ് എൻതാൽപ്പി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ബോൺ ഹാബർ സൈക്കിൾ. അതുപോലെ തന്നെ രണ്ടാമത്തത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എക്സോതെർമിക് റിയാക്ഷൻസ് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഒന്ന് ബോൺ ഹാബർ സൈക്കിൾ ആണ്. ആ ബോൺ ഹാബർ സൈക്കിളിനകത്ത് ഡീൽ ചെയ്യുന്നത് എനർജി ചേഞ്ചസ് ആണ്. പ്രത്യേകിച്ച് ലാറ്റിസ് എൻതാൽപ്പി എന്നറിയപ്പെടുന്ന പുതിയൊരു കൺസെപ്റ്റ് അതിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു എക്സോതെർമിക് പ്രോസസ്സിന്റെ എനർജി ചേഞ്ചസിനെ എങ്ങനെ നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് കാണിക്കാം, അതുപോലെ തന്നെ ഒരു എൻഡോതെർമിക് റിയാക്ഷന്റെ എനർജി ചേഞ്ചസിനെ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ചിനെ ഒരു ഗ്രാഫ് എങ്ങനെ ഉപയോഗിച്ച് കാണിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ബോൺ ഹാബർ സൈക്കിളിലേക്ക്. അപ്പൊ അതിനുവേണ്ടി ഒരു അയോണിക് കോമ്പൗണ്ട് നമുക്ക് എഴുതാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ മാർഗം, 1 മോൾ സോഡിയവും 1/2 മോൾ ക്ലോറിനും കൂടെ ചേർന്നിട്ട് 1 മോൾ NaCl ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, 1 മോൾ കോമ്പൗണ്ട് അതിന്റെ എലമെന്റിൽ നിന്ന് ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കേണ്ട പേര് ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a compound formed from its elements എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന പേര് പറയുന്നുണ്ട്. അപ്പൊ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. ഡെൽറ്റ എച്ച് എഫ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ഒരു എനർജിയുടെ പേര് കിട്ടിയിട്ടുണ്ട്, ഡെൽറ്റ എച്ച് എഫ് ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് എഫ് 0 എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ആ രണ്ട് രീതിയിൽ എങ്ങനെ വേണം പറയാം. നമുക്ക് സിംപ്ലി എൻതാൽപ്പി ഫോർമേഷൻ തന്നെയാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, ഞാൻ പറഞ്ഞു ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി ചേഞ്ചസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതിന് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ പറ്റി നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതേ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന മറ്റൊരു മാർഗം നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി സോഡിയം എടുത്തു. സോഡിയത്തിന്റെ പ്രത്യേകത, സോഡിയം സോളിഡ് സ്റ്റേറ്റ് ആണ്. ഈ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സോഡിയത്തിന് ഞാൻ ആദ്യം വേപ്പർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു, എന്നെ ഗ്യാസ് ആക്കി കൊണ്ടുവരുന്നു. അപ്പോൾ NaCl ഫോം ചെയ്യുന്ന മറ്റൊരു മാർഗത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി സോളിഡ് സ്റ്റേറ്റിലെ സോഡിയത്തിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലെ സോഡിയമാക്കി മാറ്റിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എനർജി അല്ലെങ്കിൽ ആ കൺവേർഷൻ നമ്മൾ വിളിക്കുന്ന പേര്, സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ അത് മെൽറ്റിംഗ് എന്ന് നമുക്ക് പറയാം, ലിക്വിഡ് ടു വേപ്പർ ആണെങ്കിൽ അത് വേപ്പറൈസേഷൻ ആണ്, സോളിഡ് ടു വേപ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ചേഞ്ചസിനെ സബ്ലിമേഷൻ എൻതാൽപ്പി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അപ്പൊ എങ്കിൽ ആ എനർജി ചേഞ്ചിനെ നമുക്ക് ഡെൽറ്റ എച്ച് എസ് എന്ന് എഴുതാം. ഡെൽറ്റ എച്ച് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ലിമേഷൻ എൻതാൽപ്പിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി ചേഞ്ചസിനെ പറ്റിയാണ്. അതിനുവേണ്ടി ആദ്യം പറഞ്ഞു കഴിഞ്ഞു, NaCl ഫോം ചെയ്യുന്ന ഒരു മാർഗത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാണ്, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാണ്. അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി NaCl ഫോം ചെയ്യാനുള്ള മറ്റൊരു മാർഗത്തിനെ പറ്റി പറയുന്നു. ആ മറ്റൊരു മാർഗം ഇങ്ങനെ, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സോഡിയത്തിനെ നമ്മൾ ആദ്യം വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. എങ്കിൽ ആ വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ സബ്ലിമേഷൻ എൻതാൽപ്പി എന്ന് പറയണം. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ എച്ച് എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. തീർന്നില്ല, ആ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിച്ച് ഞാൻ Na+ ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആ വാലൻസ് ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന എനർജിയെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിനകത്ത് കേട്ടിട്ടുണ്ട്. എങ്കിൽ ആ എനർജിയെ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡെൽറ്റ എച്ച് അയണൈസേഷൻ എൻതാൽപ്പി എന്ന പേര് പറയാം. അപ്പൊ എങ്കിൽ അടുത്തൊരെണ്ണം ഡെൽറ്റ എച്ച് അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇനി അടുത്തൊരു മാർഗം, അടുത്ത ബാക്കിയുള്ള കാര്യം, ഈ Cl2 ബ്രേക്ക് ചെയ്ത് ക്ലോറിനായി മാറുന്നു. അപ്പൊ Cl2 ബ്രേക്ക് ചെയ്ത് Cl ആയിട്ട് മാറുക എന്ന് വെച്ചാൽ അത് ഡിസോസിയേഷൻ ആണ്. അപ്പൊ എങ്കിൽ അത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്, അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന പേരിൽ നമുക്ക് പറയാം. അപ്പൊ എങ്കിൽ അതിനെ ഡെൽറ്റ എച്ച് ബോണ്ട് എന്ന് ഞാൻ പറയുന്നു.
അതിനെ ബോണ്ട് എൻതാൽപ്പി എന്ന് നമുക്ക് പറയാം. ബോണ്ട്. ഇനി ഇതേ Cl ന്റെ കൂടെ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Cl മൈനസ് ആക്കി മാറ്റാം. Cl മൈനസ് ആക്കി മാറ്റാം. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിനെ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയണം. അതിന് നമുക്ക് ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ ഗെയിൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇലക്ട്രോൺ ഗെയിൻ. ഓക്കെ. ഇനി അടുത്ത Na+ റെഡി ആയിട്ടുണ്ട്, Cl മൈനസും റെഡി ആയിട്ടുണ്ട്. ആ Na+ ഈ Cl മൈനസും കൂടെ ചേർന്നിട്ട് നമുക്ക് NaCl ഉണ്ടാക്കാം. അപ്പോൾ രണ്ടാമതൊരു മാർഗ്ഗം ഉപയോഗിച്ചും NaCl ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് NaCl ഉണ്ടായത് അത് അതിന്റെ എലമെന്റിൽ നിന്നല്ല ഉണ്ടായിരിക്കുന്നത്, പകരം അതിന്റെ അയോണുകളായ Na+ നിന്നും അതിന്റെ അയോണായ Cl- നിന്നുമാണ് ഇവിടെ NaCl ഉണ്ടായിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പൊ അങ്ങനെ അത് ഒരു അയോണിക് കോമ്പൗണ്ട് അതിന്റെ അയോണിൽ നിന്നുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയണം. ലാറ്റിസ് എൻതാൽപ്പി എന്ന പേര് കൊണ്ട് അറിയപ്പെടണം. ഡെൽറ്റ എച്ച് ലാറ്റിസ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഡെൽറ്റ എച്ച് ലാറ്റിസ്. ശരി, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു അയോണിക് കോമ്പൗണ്ട് ഫോർമേഷനുമായി ബന്ധപ്പെട്ട എനർജി ചേഞ്ചസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ NaCl എന്നറിയപ്പെടുന്ന ഒരു എക്സാമ്പിൾ എടുത്തു. ആ NaCl ഫോം ചെയ്യുന്ന രണ്ട് മാർഗങ്ങളെ പറ്റി പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മാർഗം അനുസരിച്ച് 1 മോൾ സോഡിയവും 1/2 മോൾ ക്ലോറിനും കൂടെ ചേർന്നിട്ട് 1 മോൾ NaCl ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കേണ്ട പേര് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത് NaCl ഫോം ചെയ്യുന്ന സമയത്ത് 5 സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു സബ്ലിമേഷന്റെ സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ സബ്ലിമേഷൻ നടന്നതിന് ശേഷം അവിടെ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിച്ചു, Na+ ആക്കി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് Cl2 ബ്രേക്ക് ചെയ്തിട്ട് Cl ആക്കി. ആ Cl ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Cl മൈനസ് ആക്കി. എന്നിട്ട് ആ Na+ഉം Cl മൈനസും കൂടെ കമ്പൈൻ ചെയ്ത് NaCl ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മാർഗം അനുസരിച്ച് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു. രണ്ടാമതൊരു മാർഗം അനുസരിച്ച് 5 സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. 5 സ്റ്റെപ്പിൽ സബ്ലിമേഷൻ ഉണ്ട്, അയണൈസേഷൻ എനർജി ഉണ്ട്, ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഉണ്ട്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്, ലാറ്റിസ് എൻതാൽപ്പി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദി എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് കോൺസ്റ്റന്റ് വെദർ ദി റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ 1 സ്റ്റെപ്പ് ഓർ മോർ ദാൻ 1 സ്റ്റെപ്സ്. അതായത് ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് വാല്യൂ ഫിക്സഡ് വാല്യൂ ആണ്. ആ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടന്നാലും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഹെസസ് ലോ എന്ന് പറയാം. ആ ഹെസസ് ലോ അനുസരിച്ച് ഒരു സ്റ്റെപ്പിൽ നടന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമുക്ക് ഡെൽറ്റ എച്ച് എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. 5 സ്റ്റെപ്പായിട്ട് നടന്ന സമയത്ത് എന്തൊക്കെ അതിനകത്തുണ്ട്? ഡെൽറ്റ എച്ച് എസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് അയണൈസേഷൻ എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് ബോണ്ട് ഡിസോസിയേഷൻ ഉണ്ട്, അതുപോലെ ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്, ഡെൽറ്റ എച്ച് ലാറ്റിസ് ഉണ്ട്. നമുക്കറിയാം ഹെസിന്റെ നിയമം അനുസരിച്ച് ഒരു സ്റ്റെപ്പിൽ നടന്ന സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എഫ് ആണ്. അത് തുല്യമായിരിക്കും ഡെൽറ്റ എച്ച് എസിന്റെയും ഡെൽറ്റ എച്ച് അയണൈസേഷൻ എനർജിയുടെയും ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെയും ലാറ്റിസ് എൻതാൽപ്പിയുടെയും സമ്മിതി തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനെ ഒരു സൈക്കിളിന്റെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഈ സൈക്കിളിനെ, ഈ ഡയഗ്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോൺ ഹാബർ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്കിന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ബോൺ ഹാബർ സൈക്കിൾ ആണ്. ബോൺ ഹാബർ സൈക്കിളിനെ പറ്റിയാണ് ഇപ്പൊ സംസാരിച്ചത്. നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാം. ബോൺ ഹാബർ സൈക്കിളിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട എനർജി ചേഞ്ചസിനെ എല്ലാം കൂടെ ഒരു സൈക്കിളിന്റെ ഫോമിൽ എഴുതിയാൽ അതിനെ നമുക്ക് ബോൺ ഹാബർ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, ബോൺ ഹാബർ സൈക്കിളിന്റെ 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഡയഗ്രാം കൂടെ വരച്ചു വെച്ചാൽ ബോൺ ഹാബർ സൈക്കിൾ കംപ്ലീറ്റ് ആവുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ എൻതാൽപ്പി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ശരി, അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അത് ഗ്രാഫ് വരച്ച് നോക്കുകയാണ്. എക്സോതെർമിക് റിയാക്ഷന്റെയും എൻഡോതെർമിക് റിയാക്ഷന്റെയും എൻതാൽപ്പി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ അതിനുവേണ്ടി ആദ്യം
നമുക്ക് എക്സ് ആക്സിസിനകത്ത് ടൈം എന്ന് എഴുതാം, അല്ലെങ്കിൽ റിയാക്ഷൻ കോർഡിനേറ്റ്. വൈ ആക്സിനകത്ത് എൻതാൽപ്പിയുടെ വാല്യൂ, എന്താൽപ്പി ടൈം 0, 5, 10, 15 മാർക്ക് ചെയ്യുന്നു. എനർജിയുടെ വാല്യൂ 100, 200, 300, 400 മാർക്ക് ചെയ്യുന്നു. ശരി. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പഠിക്കുക, എക്സോതെർമിക് റിയാക്ഷൻസും എൻഡോതെർമിക് റിയാക്ഷന്റെയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് എക്സോതെർമിക് റിയാക്ഷന്റെ കാര്യം തന്നെ നോക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് റിയാക്ടന്റിന് എനർജി കൂടുതലാണ്, റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് കുറച്ച് എനർജി ലിബറേറ്റ് ചെയ്യും. അപ്പോൾ റിയാക്ടന്റിന് എനർജി കൂടുതലുള്ളത് കൊണ്ടാണ് ആ എനർജി ലിബറേറ്റ് ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷന്റെ പ്രത്യേകത അത് എനർജി ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ എനർജി ലിബറേറ്റ് ചെയ്യണമെങ്കിൽ റിയാക്ടന്റിന് എനർജി കൂടുതലായിരിക്കണം. ഓക്കെ. അപ്പൊ സമയം 0 അല്ലെങ്കിൽ സമയം 5, ആ സമയത്ത് റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എക്സോതെർമിക്കിന്റെ പ്രത്യേകത റിയാക്ടന്റിന് എനർജി കൂടുതലാണ്. സോ റിയാക്ടന്റ് എനർജി കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി എനർജി കൂടുതലാണ്. റിയാക്ടന്റ്. ഇനി കുറെ സമയം കഴിഞ്ഞ സമയത്ത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ലിബറേറ്റ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ആയി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത, പ്രോഡക്റ്റിന് റിയാക്ടന്റിനെക്കാളും എനർജി കുറവായിരിക്കും. സോ സമയം കഴിയുന്നതും പ്രോഡക്റ്റ് ഫോം ചെയ്തു, പ്രോഡക്റ്റിന്റെ എനർജി റിയാക്ടന്റിനെക്കാളും കുറവായിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ അത് എക്സോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് ആയിട്ടുണ്ട്. റിയാക്ടന്റിന് എനർജി കൂടുതലും പ്രോഡക്റ്റിന് എനർജി കുറവുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഗ്രാഫാണ് എക്സോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് ആണെന്ന് ഓർമ്മിക്കാം. ഓക്കെ. ഇനി എൻഡോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് എങ്ങനെ? ഇതുപോലെ ആലോചിക്കാം. അപ്പൊ എൻഡോതെർമിക് ആണെങ്കിൽ ആൾറെഡി റിയാക്ടന്റ് എനർജി കുറവാണ്, അത് എനർജി സ്വീകരിച്ചിട്ട് പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് പ്രോഡക്റ്റിന് എനർജി കൂടുതലായിരിക്കും. റിയാക്ടന്റിന് എനർജി കുറവാണ്. സോ സമയം 0, റിയാക്ടന്റ് ഉള്ളൂ, റിയാക്ടന്റ് എനർജി കുറവാണ്. കുറെ നേരം കഴിയുമ്പോൾ പ്രോഡക്റ്റ് ആവും. പ്രോഡക്റ്റിന്റെ പ്രത്യേകത എനർജി സ്വീകരിച്ചിട്ടാണ് പ്രോഡക്റ്റ് ആയി മാറുന്നത്. അപ്പൊ പ്രോഡക്റ്റിന് എനർജി കൂടുതലായിരിക്കും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ അത് എൻഡോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫായി. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം വോൺ ഹാബർ സൈക്കിൾ ആണ്. വോൺ ഹാബർ സൈക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അത് വേറൊന്നുമില്ല, ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട എനർജി ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വോൺ ഹാബർ സൈക്കിളിലാണ്. അപ്പൊ അത് 4 മാർക്കിന്റെ ചോദ്യങ്ങളായി ചോദിച്ചാൽ അതിന്റെ കാര്യങ്ങളെല്ലാം എഴുതിയതിനു ശേഷം വോൺ ഹാബർ സൈക്കിൾ കൂടെ വരച്ചു വെച്ചിട്ട് വരണം. രണ്ടാമത് പറഞ്ഞത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക, അതുപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക. തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം.